നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സർ, വന്ദേ മാതരം. വന്ദേ മാതരം. നമ്മൾ പൊതുവേ നമ്മുടെ രാജ്യത്തിന് 3 ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് ഉള്ളത്. 1 റഷ്യ, 2 ഇസ്രയേൽ, 3 ജപ്പാൻ. അതായത് ഏത് പരിതസ്ഥിതിയിലും ഈ 3 പേരും ഭാരതത്തെ തള്ളിപ്പറയില്ല, ഭാരതത്തിനൊപ്പം നിൽക്കും. ഒരിക്കലും ഭാരതത്തിന് അഹിതമായതൊന്നും അവർ ചെയ്യില്ല. ഇതാണ് നമ്മുടെ ഇതുവരെയുള്ള അനുഭവം. എന്നാൽ ഇപ്പോൾ നമുക്കൊരു പുതിയ സുഹൃത്ത് കൂടി വന്നു ചേർന്നിരിക്കുന്നു. ഈ പറയുന്നത് പോലെ റഷ്യയുടെയും ഇസ്രായേലിൻ്റെയും ജപ്പാൻ്റെയും ശ്രേണിയിൽപ്പെടുത്താൻ കഴിയുന്ന ഒരു പുതിയ സുഹൃത്ത് ഭാരതത്തിനുണ്ടായിരിക്കുന്നു. സാർ, അങ്ങേക്ക് ഈ പുതിയ സുഹൃത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ സുഹൃത്ത് ഇവരെങ്ങനെ നമ്മുടെ സുഹൃത്തായി? അല്ല, ആരാ ഇന്ത്യക്ക് പുതിയ സുഹൃത്ത് ആരാണെന്ന് അങ്ങ് പറയുന്നതാണ് കുറച്ചുകൂടെ ഉചിതം. ഓസ്ട്രേലിയ. അപ്പോൾ ഈ ഓസ്ട്രേലിയ എങ്ങനെ നമ്മുടെ ഈ പറയുന്ന ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ പട്ടികയിൽ വരുന്നു? അതിനെന്താണ് കാരണം? ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഭാവിയിലെ കൊടുക്കൽ വാങ്ങലുകളെക്കുറിച്ച് ഒക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് വിശദീകരിച്ചാൽ വളരെ നല്ലതാണ്. കാരണം ഈ വിഷയം എന്തുകൊണ്ടോ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ തമസ്കരിച്ചിരിക്കുകയാണ്. അവർക്ക് ഈ ഇന്ത്യ എന്ന രാജ്യം നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ അവർക്ക് താല്പര്യമില്ല, അവർക്ക് അറിയില്ല. എന്നാൽ നമ്മുടെ രാജ്യത്തിന് എവിടെയെങ്കിലും ഒരു ചെറിയ പാളിച്ച പറ്റിയാൽ, ഒരു ചെറിയ വീഴ്ചയുണ്ടായാൽ അത് പർവ്വതീകരിച്ച് കാണിക്കുകയും ചെയ്യും. അതിന് എതിരെയാണ് നമ്മുടെ ഈ ഒരു ധർമ്മ സമരം എന്ന് തന്നെ പറയാം. അതുകൊണ്ട് സർ, എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ? ഈ ഓസ്ട്രേലിയ 19th സെഞ്ച്വറിയിൽ വന്ന ഒരു രാഷ്ട്രമാണ്. 19th സെഞ്ച്വറി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഭൂഖണ്ഡം പോലെ. അത് ഭൂഖണ്ഡമാണ് ആണ്. ഇന്ത്യയുടെ ഡബിൾ സൈസ് റഫ്ലി 8,000 to 9,000 കിലോമീറ്റർ അവേ നമ്മളിൽ നിന്ന് അകലെ. മറ്റേ പെർത്ത് വെസ്റ്റേൺ ഓസ്ട്രേലിയ അതൊക്കെ ആണെങ്കിൽ ഇത്ര വലിയ ദൂരമില്ല. അപ്പം ബിറ്റ്വീൻ 7,000 and 9,500 കിലോമീറ്റർ നമ്മുടെ ട്രിവാൻഡ്രത്തുനിന്ന് റഫ്ലി. ഒരു 2.5 കോടി ജനങ്ങളെ ഉള്ളൂ. കേരളത്തിന് 3.5. അതെ, ജനസംഖ്യ വളരെ കുറവാണ്. 2.5 കോടി, ഇന്ത്യയുടെ 2.5 സൈസ് ഉണ്ട്. പിന്നെ കൊക്കേഷ്യൻ പോപ്പുലേഷനാണ്, വൈറ്റ് പോപ്പുലേഷനാണ് കൂടുതലും. പിന്നെ ഇന്ത്യൻസ് നല്ല ഒരു ഭൂരിപക്ഷം ഉണ്ട് അവിടെ. ഇന്ത്യൻ ഡയസ്പോര. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ജൂലൈ 9 തോന്നുന്നു, 9 തൊട്ട് ഒരു 3-4 ദിവസം ആദ്യം ഇന്തോനേഷ്യയിൽ പോകുന്നു. എല്ലാം ആ ഡയറക്ഷനാണ്. ഇന്തോനേഷ്യയിൽ പോകും, അവിടുന്ന് നേരെ ഓസ്ട്രേലിയയുടെ നൈബറായ ന്യൂസിലൻഡിൽ പോകും, അവിടുന്ന് തിരിച്ച് ഓസ്ട്രേലിയ വരും, ഓസ്ട്രേലിയയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയിൽ വളരെ വ്യാപകമായ ഒരു വലിയ പ്ലാനുകളാണ്. കൂടുതൽ ദിവസം അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് 2014 അദ്ദേഹം വന്ന ശേഷം 3-ാമത്തെയോ 4-ാമത്തെയോ വിസിറ്റാണ് ഓസ്ട്രേലിയയിലേക്ക്. അപ്പോൾ ഈ ഓസ്ട്രേലിയ എന്തുകൊണ്ടിങ്ങനെ ഇന്ത്യയുടെ സുഹൃത്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചുമ്മാ അവിടെ അവർ മെഡിറ്റേറ്റ് ചെയ്തിട്ട് കയറി ഇന്ത്യയെ പിടിച്ചതല്ല. നമ്മളുമായിട്ട് ഓക്കെയാണ്, പക്ഷെ അത്ര ക്ലോസ് അല്ലായിരുന്നു. പക്ഷേ ഇത് ആ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നന്ദി പറയേണ്ടത് നമ്മളെ ചൈനയാണ് എന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചൈന ചെയ്ത സഹായമാണ്. ഈ ചൈനയ്ക്ക് ചില സമയത്ത് ഇത് ആരാ ഇവരെ അഡ്വൈസ് ചെയ്യുന്നതെന്ന് ഞാൻ അത്ഭുതം കൂറാറുണ്ട്. ചില പോളിസിയെ നമ്മളിപ്പോൾ ഈ പറയാൻ പോകുന്ന കിളി പോയ രീതിയിലാണ്. അതോ ഇനി ചൈനയിൽ തന്നെ 2 ഗ്രൂപ്പായതുകൊണ്ട് ഒരു ഗ്രൂപ്പിന് മറ്റേ ഗ്രൂപ്പിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചൈന ഇപ്പോഴിരിക്കുന്ന ഷിയെ വയ്ക്കുന്ന പാരകളാണോ എന്നും വരെ ഞാൻ സംശയിച്ചു പോയിട്ടുണ്ട്. അതായത് ഈ ഓസ്ട്രേലിയയും ചൈനയും തമ്മിൽ ഭയങ്കര അടുപ്പമായിരുന്നു. ഞാനവിടെ ഓസ്ട്രേലിയയിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ അവിടെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഞാനവിടുത്തെ സ്ഥലങ്ങളൊന്നും കാണാൻ പോയിട്ടില്ല. ഇതുപോലുള്ള ജനങ്ങളുമായിട്ട് സംസാരിച്ച് അവരുടെ അതുപോലുള്ള കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും
മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്ത് പോയാൽ. അപ്പം ഞാൻ നോക്കിയപ്പം അവിടെ ഒരു നിവൃത്തിയില്ല. ചൈനീസ് സാധനങ്ങളെ കൊണ്ടങ്ങ് ഫ്ലഡ് ചെയ്തിരിക്കുകയാണ് ഓസ്ട്രേലിയ. പിന്നെ ചൈനയുടെ ഇമ്പോർട്ട് ടെക്നോളജിക്കൽ സാധനം മറ്റേ. അപ്പം ഞാൻ വിചാരിക്കുകയും ചെയ്തു ഇത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിനെ ശ്രദ്ധപ്പെടുത്തണമല്ലോ എന്ന് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിച്ച്. അതായത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, പല പ്രാവശ്യം ഇങ്ങനെ ഈ ചീപ്പായിട്ടുള്ള ഇലക്ട്രോണിക് ഗുഡ്സ്, ഉദാഹരണം ഞാനൊരു അവിടെ നിന്ന് ഒരു ക്യാമറ വാങ്ങിച്ചു, കാറിൽ വെക്കുന്ന ക്യാമറ 10,000 രൂപ എടുത്താണ് വാങ്ങിച്ചത്. ഇവിടെ കൊണ്ടുവന്ന് 6 മാസത്തിനകത്ത് ചീത്തയായി. അതിൻ്റെ കുഴപ്പമില്ല. അപ്പം എൻ്റെ കൂടെ വാങ്ങിച്ച ഓസ്ട്രേലിയക്കാരനായ ഒരാൾ, അയാൾക്കും ഇത് തന്നെ പറ്റി. അത്ര 6 മാസം അങ്ങനെയാണ് അവന്മാർ ഭയങ്കര കൂടുതലൊക്കെ ഭയങ്കര ഇതൊക്കെയാണ് പറഞ്ഞു തരുന്നത്, ഭയങ്കര കളർഫുള്ളാണ്. അപ്പം അതൊന്നും ഓസ്ട്രേലിയ ശ്രദ്ധിക്കുകയില്ല, ചൈനക്കാരൻ കൊണ്ട് ഇറക്കിയിരിക്കണം. അത് കഴിഞ്ഞ് എയർപോർട്ടിൽ വന്നപ്പം ഞാൻ വേറൊരു കാഴ്ചയുണ്ട്. എൻ്റെ ബാഗെല്ലാം അവർ തിരിച്ചു പോയപ്പം മാറ്റിയിട്ട് പരിശോധിച്ചു. പക്ഷേ എൻ്റെ അധികം പരിശോധിച്ചില്ല. അതെന്തിനെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വാറ്റ് ടാക്സ് ഒക്കെ നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ അത് തിരിച്ച് തരും. അത് പല രാജ്യങ്ങളിലും എയർപോർട്ടിൽ നമ്മൾ ഇത്ര സാധനങ്ങൾ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ കൊടുത്ത ആ പൈസ റീംബേഴ്സ് ചെയ്യും. പക്ഷേ ഈ ചൈനീസ് പെണ്ണുങ്ങളെ മുഴുക്ക വാരി വെതറിയിട്ട്, കാര്യം ഞാൻ അവർ കടത്തയാണ് തോന്നുന്നത് സാധനങ്ങൾ വാങ്ങിച്ചിട്ട്. ഓസ്ട്രേലിയൻ, വേറെ ജർമ്മനി അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ ഉണ്ടാക്കിയ പല സാധനങ്ങളും ചൈനക്കാർ വാങ്ങിയിട്ട് അത് തിരിച്ചുകൊണ്ട് കള്ളം പറഞ്ഞിട്ട് ഈ വാറ്റ് അവർ വാങ്ങിക്കുക, അത് അവർ മിസ്യൂസ് ചെയ്യുന്നു. അതിനാണ് അവരെല്ലാം തുറന്ന് കാണിക്കാൻ പറയുന്നത്. പക്ഷേ എൻ്റെ വന്നപ്പം അവർ അധികം നോക്കിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് പൈസ തരണമായിരുന്നു, അത് എനിക്ക് തന്നു. പക്ഷെ ഇവരുടെ ചെയ്തില്ല. അതായത് ഇവരുടെ, ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ആറ്റിറ്റ്യൂഡ്, ഈ ചൈനീസിൻ്റെ അവരൊരു ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് കൺസെഷൻ. അപ്പോൾ അതിനെ മിസ്യൂസ് ചെയ്യുക. പിന്നെ എല്ലാ വിധത്തിലും ഈ ചൈന അവരെ പണിയുന്നു. അതാണല്ലോ USA-യും ഇവരും ചക്കപ്പഴം ഈച്ചയും പോലെയല്ലേ ഇരുന്നത്. തെറ്റെന്ന് പറഞ്ഞാൽ ഇവർ USA പണിതു, ഇവർക്ക് മര്യാദയ്ക്ക് ഇരുന്നൂടെ. പിന്നെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ 8,000 കിലോമീറ്റർ 9,000 കിലോമീറ്റർ 7,000 to 9,000 കിലോമീറ്റർ ദൂരെയാണ് ചൈനയുടെ അപ്പുറത്ത് കിടക്കുന്നത് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയായിട്ട് ബോർഡറില്ല, ഇന്ത്യയായിട്ട് ശരി ബോർഡറുണ്ട്, റഷ്യയായിട്ട് ബോർഡറുണ്ട്, അതുകൊണ്ടാണ് അടിയെന്ന് വയ്ക്കാം. ഇതാ 7,000 കിലോമീറ്റർ ദൂരെ കിടക്കുന്ന ഓസ്ട്രേലിയക്കായിട്ട് എന്തിനാണ് ഇവർ പണിയുന്നത്? അപ്പം ഇവർ പേടിപ്പിക്കുകയാണ് ഓസ്ട്രേലിയൻസ്. മാത്രമല്ല ഇവർ അവിടുത്തെ മാർക്കറ്റ് പ്രൈസൊക്കെ കൂട്ടി, അവിടെ ഒരു ഫ്ലാറ്റൊന്നും വാങ്ങിക്കാൻ നിവർത്തിയില്ലാതാക്കി. ഇവന്മാരങ്ങോട്ട് ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബില്യൺസ് അങ്ങ് പമ്പ് ചെയ്തിട്ട് അവരവിടുത്തെ റിയൽ എസ്റ്റേറ്റ്, ഇവരുടെ എക്കോണമിയെ തന്നെ അങ്ങ് അത് അവിടെ ചൈനീസ് ഓസ്ട്രേലിയൻ സിറ്റിസൺസ് ഉണ്ട്, അവരവിടുത്തെ വലിയ. അപ്പം ഓസ്ട്രേലിയൻ സിറ്റിസന് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ നിവർത്തിയില്ല. ഭയങ്കര ഇവർ മാർക്കറ്റിൽ ഇവരെല്ലാ ഫ്ലാറ്റും അവർ വാങ്ങിച്ചിട്ടിരിക്കുകയാണ്, അവരങ്ങ് കൂട്ടുകയാണ്. അതൊക്കെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് അത് ഇടപെട്ടിട്ടുണ്ട്. മാത്രമല്ല അവർ ഒരു ചൈനീസ് MBA അതിനകത്ത് ഓസ്ട്രേലിയൻ പാർലമെൻറ്റിൽ കയറ്റാൻ ശ്രമിച്ചു. അത് ലാസ്റ്റിൽ നടന്നില്ല. അതായത് ചൈനക്കാരിയാണ്, പക്ഷേ ഓസ്ട്രേലിയൻ സിറ്റിസൺ. അപ്പം എല്ലാ വിധത്തിലും ഇവരെ പണിയാണ്. അങ്ങനെ കോവിഡ് വന്ന സമയത്ത് കാർന്ന് തിന്നുക, കാർന്ന് തിന്നുക, അത് തന്നെ എലി, അതേപോലെ. അപ്പോൾ അവസാനം ഇവർക്ക് കോവിഡ് വന്നപ്പം അന്ന് ഒരുപാട് തിയറീസ് ഉണ്ടായിരുന്നു. ചൈനയിൽ നിന്നാണത് പൊട്ടിപ്പോകുന്നത്. അപ്പം ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഓൾറെഡി ഓസ്ട്രേലിയ ഇത്തിരി അഗ്രീവ്ഡാണ്, ഈ ഹരാസ്ഡാണ് ഇവന്മാരുടെ ഈ പരിപാടി. അവരൊരു കമ്മിറ്റി എന്ന് ചോദിച്ചു ചൈനയെ പോയി അന്വേഷിക്കാൻ. അത് ചൈനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ എല്ലാം വൃത്തിയാണ്, നിങ്ങളാരും ഇവിടെ, അവർക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതുപോലെ പണികൾ ഒരുപാട് ചെയ്തുകൊണ്ടാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ, വേറെ ഒന്നുമില്ല, ഒരു കമ്മിറ്റിയെ നിയോഗിച്ചേ ഉള്ളൂ. അതിനുശേഷം ഓസ്ട്രേലിയയായിട്ട് ചൈന തെറ്റി. അവരുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇവിടുന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് ഒരുപാട് കോള് ഓസ്ട്രേലിയ വലിയ പ്രൊഡ്യൂസറാണ്. കോള്, ബാർലി, ഇങ്ങനത്തെ കുറേ വൈൻ ഓസ്ട്രേലിയൻ വൈൻ, ഇതെല്ലാം ചൈന ഭയങ്കര പോപ്പുലേഷനല്ലേ നിരോധിച്ചു. പിന്നെ ഓസ്ട്രേലിയക്ക് വലിയൊരു അടിയാണ്. അങ്ങനെ ഇവർ ജഗതി പറഞ്ഞ അടിച്ച് പിരിഞ്ചാച്ചു ഏകദേശം. കാണുമ്പം ഇങ്ങനെ വർത്തമാനം പറയും ഒക്കെ ഉണ്ടെങ്കിലും ഇവർ തമ്മിലങ്ങ് അകന്നു. അങ്ങനെ അകന്നപ്പം ഈ ചൈന എന്നാ ഉണ്ടായിരിക്കണ്ടേ, ഇതാരാണ് ഈ ഷിയെ ഉപദേശിക്കുന്നതെന്നാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. ഈ അടുത്ത നടപടിയും കൂടെ ഞാൻ പറയാം. അതായത് പിന്നെ ഫ്ലോട്ടില എന്ന് പറയും, നേവി, ചൈനീസ് നേവി. അത് ഒരു 4-5 കപ്പൽ അങ്ങോട്ട് പോവുക, അതിൻ്റെ മുകളിലോട്ട് വെടിവെക്കുക, ഓസ്ട്രേലിയ ചുറ്റി ഫ്ലോട്ടില പോവുക. ഇത് 2-3 പ്രാവശ്യമായി.
അപ്പോൾ ഒരു ഭീഷണി. ഓസ്ട്രേലിയക്ക് വേറെ ഇതൊന്നും ഇല്ല. വലിയ അത്യാവശ്യം ആർമിയോ? ചെറിയ എയർഫോഴ്സേ ഉള്ളൂ. ഇപ്പോൾ അവർ എല്ലാം ആയി തുടങ്ങി. അമേരിക്ക എടുത്ത് പറഞ്ഞൊരു യുവമാരൊക്കെ നേരിടണമെങ്കിൽ ഒരു ന്യൂക്ലിയർ സബ്മറൈൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അമേരിക്കക്കാർ പറഞ്ഞ് അത് ഒരു വലിയ സ്റ്റോറിയാണ്, നമ്മൾ ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് പിന്നീട് അപ്പോൾ ഒരു പഴയ സബ്മറൈൻ തരാമെന്ന് പറഞ്ഞു, ന്യൂക്ലിയർ സബ്മറൈൻ, ഈ ചൈനയെ പ്രതിരോധിക്കാനായിട്ട്. പഴയത് മതിയെന്ന് പറഞ്ഞു അമേരിക്ക. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവർ തമ്മിലുള്ള വിഷയങ്ങൾ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവരെന്താ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓസ്ട്രേലിയയുടെ ചുറ്റിനും എത്ര കിലോമീറ്റർ ദൂരെ കിടക്കണം എന്നാണ്, 7,000-8,000 കിലോമീറ്റർ, 15 പസഫിക് നേഷൻസ് ഉണ്ട്. പസഫിക് ഓഷനിൽ 15 നേഷൻസ് ഉണ്ട്. അതിൽ ഒരുപാട് സോളമൺ ഐലൻഡ് ആണ് പ്രധാനം. സോളമൺ ഐലൻഡിലെ പ്രസിഡന്റിന് ഒരു ബാഗിൽ പൈസ കൊടുക്കും. അങ്ങനെ നമ്മൾ കേട്ടിട്ടേ ഇല്ല ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സിൽ. ഒരു ബാഗിൽ ഡോളർ കൊടുത്തു ചൈന. എന്നിട്ട് അവിടെ സെക്യൂരിറ്റി പാക്ട് ഒപ്പിട്ടു 2020-ലോ 2022-ലോ മറ്റോ. ഏത് സോളമൻ ഐലൻഡിന്? അത് നമ്മുടെ ശ്രീലങ്കയിലോ അവിടെ ഇവിടെയൊക്കെ വന്ന് ഇവന്മാർ ഇതുപോലെ വലിയ ഇതായിട്ടൊക്കെ ചെയ്ത്, നമുക്ക് ആർമിയും എയർഫോഴ്സും നേവിയൊക്കെ ഉണ്ട്, അവർക്ക് അതും ഇല്ല ഓസ്ട്രേലിയൻസിന്. അവരൊരു പീസ്ഫുൾ കൺട്രിയാണ് പൊതുവേ. അപ്പോൾ അവിടെ പോയി സെക്യൂരിറ്റി പാക്ട് ഒപ്പിട്ട് അങ്ങനെ 15 രാഷ്ട്രങ്ങളുണ്ട്. ഇപ്പോൾ സമോവ എന്ന് പറഞ്ഞ രാജ്യമുണ്ട്. സമോവയിലാണ് ആദ്യം സൂര്യൻ ഉദിക്കുന്നത്. ഇപ്പം അവിടെ അർദ്ധരാത്രിയായി കാണും. ആദ്യം അവിടെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നോക്കിയാൽ ഏറ്റവും കിഴക്ക് അങ്ങേറ്റത്ത് കിഴക്ക് ആദ്യം അതാണ്. അപ്പോൾ ഈ സമോവ, സോളമൻ ഐലൻഡ്, പിന്നെ ഈസ്റ്റ് തിമോർ, ഇതൊക്കെ അതിൻ്റെ തൊട്ടടുത്തുള്ള രാഷ്ട്രങ്ങളാണ്. ഫിജി, ഇതെല്ലാം ഈ ദ്വീപ് രാഷ്ട്രങ്ങൾ. അവിടെ എല്ലാം ചൈന പോവുക, പോലീസ് പട്രോൾ, അവിടുത്തെ പോലീസിനെ എങ്ങനെ നന്നായിട്ട് പട്രോൾ ചെയ്യാമെന്ന് പഠിപ്പിക്കുക, വാഹനങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുക. ഓസ്ട്രേലിയ പണിയാനാണ്. എന്താ മര്യാദയ്ക്ക് ഇരിക്കേണ്ടത്, എന്തിനാണ് അവിടെയൊക്കെ പോയിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് എയർഫോഴ്സ്, ചൈനീസ് എയർഫോഴ്സ് പ്ലെയിൻ ഇവിടെ വന്നിട്ട് പിന്നെ ഓസ്ട്രേലിയയുടെ അപ്പുറത്ത് എയർ സ്പേസിൻ്റെ അപ്പുറത്തൊക്കെ വന്നിട്ട് അപ്പോൾ നമ്മുടെ അപ്പോൾ ഓസ്ട്രേലിയയുടെ പ്ലെയിനും മുളിച്ചു. ഉടനെ അത് ഫ്ലെയേഴ്സ് എന്ന് പറയും, റിലീസിങ് ഫ്ലെയേഴ്സ്, ഇങ്ങനെ തീപ്പൊരി പാറിക്കുക, അതാണ് ഫ്ലെയേഴ്സ് എന്ന് പറയും. ഇട്ട് അവരെ പേടിപ്പിക്കുക ഓസ്ട്രേലിയൻ എയർഫോഴ്സിനെ. ഇങ്ങനത്തെ എല്ലാ പരിപാടികളും ഇപ്പം ഓസ്ട്രേലിയ തീരുമാനിച്ച് ഇനി ശരിയാവില്ല, ഇനി ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അപ്പം ശത്രുവിൻ്റെ ശത്രു നമ്മുടെ മിത്രം. ഇവൻ്റെ ശത്രുവാണ് ഇന്ത്യ. ചൈനയെ തോപ്പിച്ചിട്ടുള്ള ഒരു രാഷ്ട്രം ഇന്ത്യ മാത്രമേ ഉള്ളൂ അടുത്ത ബാറ്റിലൊക്കെ, ചെറുതാണെങ്കിലും. അപ്പോൾ നമ്മുടെ ഒരു നമ്പർ 1 എനിമിയാണ് ചൈന, പാകിസ്ഥാനല്ല. അപ്പോൾ അവർ നമ്മളുമായിട്ട്, പിന്നെ ക്വാഡ്, അത് 4 രാഷ്ട്രങ്ങൾ, USA, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്ത്യ. അത് ട്രംപ് ഇടയ്ക്ക് ഓസ്ട്രേലിയക്കാരെയും നമ്മുടെ ഇന്ത്യക്കാരെയൊക്കെ ട്രംപിന് പിടിക്കാതെ നിൽക്കുകയാണ്. ക്വാദിൻ്റെ മീറ്റിംഗ് ഇവിടെ വെച്ചായിരുന്നു, വന്നില്ല. അവരാണ് തുടങ്ങിയത്, വന്നില്ല. ഇനിയിപ്പോൾ അടുത്ത മീറ്റിംഗ് USA വെച്ചാണ്. അപ്പോൾ ക്വാഡ് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഓസ്ട്രേലിയ നടക്കുകയാണ്. പിന്നെ ജാപ്പാനീസ് പ്രൈം മിനിസ്റ്റർ സനെ തക്കാച്ചി ഇവിടെ വരെയാണ്, ഇന്ത്യയിൽ വരിക. അത് മോഡിജി പോകുന്നതിന് തൊട്ട് മുമ്പാണെന്ന് തോന്നുന്നു വരുന്നത്. അപ്പം ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്ത്യ, ന്യൂസിലാൻഡ്, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ന്യൂസിലൻഡിലും പോകുന്നുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്ന് ചൈനയെ ഒതുക്കുക എന്നുള്ള ഈ ഭീഷണി. ചൈന, ഇവരെല്ലാം ചൈനയുടെ ശത്രുക്കളാണ്. ജപ്പാൻ നമ്പർ 1, ഇന്ത്യ അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പം അങ്ങനെ ഇവരൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൽബനീസ് ഓസ്ട്രേലിയൻ പാർലമെൻറ്റിൽ മെയ് ലാസ്റ്റ് വീക്കിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഫ് യു വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ഇന്ത്യ, യു മസ്റ്റ് സീ ഇറ്റ് ആസ് ആൻ എക്സ്ട്രാ-ഓർഡിനറി ഓപ്പർച്യൂണിറ്റി ഫോർ ഓസ്ട്രേലിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്ട്രാ-ഓർഡിനറി. അപ്പോൾ ആൽബനീസ്, ആന്റണി ആൽബനീസ് പ്രൈസിങ് ഇന്ത്യ ഇൻ പാർലമെന്റ് ആസ് ആൻ എക്സ്ട്രാ-ഓർഡിനറി ഓപ്പർച്യൂണിറ്റി. ആൻഡ് നരേന്ദ്രമോദി ഷെഡ്യൂൾ ടു വിസിറ്റ് ഓസ്ട്രേലിയ ഇൻ ജൂലൈ. അപ്പം ചെറുതായിട്ടല്ല ഈ സന്ദർശനത്തെ, അല്ല വലുതായിട്ട്. നമ്മൾ ഇന്തോനേഷ്യ തൊട്ടടുത്ത് കിടക്കുന്ന ഇന്തോനേഷ്യ, നമ്മൾ ഇന്തോനേഷ്യ കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ ചൈന തീർന്ന്, മലാക്ക സ്ട്രൈറ്റ് പൂട്ടി. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യൂലെന്നൊന്നും പറയാൻ നോക്കില്ല. ഇപ്പൊ ഇറാനാണ് നമ്മുടെ ഗുരു, അവിടെ ചെയ്യൂലെന്നൊന്നും പറയാൻ നോക്കില്ല, ചെയ്യേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ ഓസ്ട്രേലിയ, ജപ്പാൻ, ഇതെല്ലാം ചേർന്ന് കിടക്കുകയാണ്. ഇവർ ഇത്രയും പേരും കൈകോർത്ത് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടും. ഈവൻ ചൈന മാത്രമല്ല, വേറെ പലരും ബുദ്ധിമുട്ടും.
അപ്പോൾ പിന്നെ ഓസ്ട്രേലിയൻ മലേഷ്യക്കും സിംഗപ്പൂരിനും ഒക്കെ അതൊരു അടിയാണ്. അല്ല, മലേഷ്യക്ക് ചെറിയൊരു അടിയാണ്. സിംഗപ്പൂർ നമ്മുടെ കൂടെയാണ്. സിംഗപ്പൂർ നമ്മുടെ ചേരിയിലാണ്. സിംഗപ്പൂർ ഇന്ത്യയും തമ്മിൽ, സിംഗപ്പൂരിൻ്റെ ഭയങ്കര ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. രണ്ടാമത്തെ മൂന്നാമത്തെ രാജ്യമാണ് ഇവിടെ ഏറ്റവും അധികം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇന്ത്യക്കാർ. പിന്നെ കാര്യങ്ങളൊക്കെ അവർ വളരെ സ്ട്രിക്റ്റ് ആണെന്നേ ഉള്ളൂ. നമ്മുടെ നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ സ്ട്രിക്റ്റ് അല്ലല്ലോ നിയമങ്ങളൊക്കെ. അവിടെ അവരെല്ലാം അപ്പൊ സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്താണ്. നമ്മുടെ മലാക്ക സ്ട്രൈറ്റ് കഴിഞ്ഞാൽ നേരെ ചെന്ന് കയറുന്ന സിംഗപ്പൂരാണ്. അപ്പൊ സിംഗപ്പൂരുണ്ട്, മലേഷ്യ വന്നിട്ടില്ല. മലേഷ്യ ഇടയ്ക്ക് പാകിസ്ഥാന്റെ ക്യാമ്പിൽ പോവും, ചൈനയുടെ ക്യാമ്പിൽ പോവും, പിന്നെ ഇന്ത്യയുടെ ക്യാമ്പിൽ വരും. ഇങ്ങനെ ബ്ലോയിങ് ഹോട്ട് ആൻഡ് കോൾഡ്. ഇന്തോനേഷ്യയെ പോലെയോ സിംഗപ്പൂരിനെ പോലെ ഉറച്ച നിലപാടല്ല. ഇല്ല, ഇന്തോനേഷ്യക്ക് ഉറച്ച നിലപാടുണ്ട്. ഇന്തോനേഷ്യയാണ് നമ്മുടെ നൈബേഴ്സിൽ നമ്മുടെ ഏറ്റവും ഹിന്ദു കിങ്ഡമായ നേപ്പാളല്ല, നമ്മുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുന്നത് നെയ്ബർഹുഡിൽ ഇന്തോനേഷ്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമായിട്ട് ഇന്തോനേഷ്യയാണ്. അത് വേറൊരു ഇസ്ലാമാണ് അവിടെ. നമുക്ക് കൾച്ചർ വേറെ. ബംഗ്ലാദേശിന്റെ നേരെ ഓപ്പോസിറ്റ്. യുവമാർ എത്ര വൃത്തികെട്ടവന്മാരാണ്, അത്ര മാന്യന്മാരാണ് ഇന്തോനേഷ്യൻസ്. എന്നുവെച്ചാൽ ഇവിടെ വന്ന് ഡൽഹിയിൽ പറഞ്ഞല്ലോ, ഞങ്ങൾക്കൊക്കെ ഒരു ഹിന്ദു പൈതൃകമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഹിന്ദു നെയിംസ് അഡോപ്റ്റ് ചെയ്യുന്നത്. അവർ മുസ്ലിംസ് ആണ്, പക്ഷെ എങ്കിലും ഞങ്ങളുടെ ട്രഡീഷനെ ഞങ്ങൾ മറക്കില്ല. അപ്പോൾ അങ്ങനെ ഓസ്ട്രേലിയ പിന്നെ വേറെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ മിനറൽസ് ഇഷ്ടം പോലെ റിച്ച് ആണ്. മിനറൽസ്, ഈ റെയർ എർത്ത് മെറ്റീരിയൽ, മറ്റേത് മറിച്ച് അതൊക്കെ ഇന്ത്യയായിട്ട് ട്രേഡ് കരാർ ഒപ്പിടാൻ പോവുകയാണ്. പിന്നെ ട്രേഡ്, അതായത് അവരുമായിട്ട് നമ്മളെ അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യണത് $7 ബില്യൺ സാധനം. 7 ബില്യണേ ഉള്ളൂ. അങ്ങോട്ട് ഇരട്ടിയാണ്. നമ്മൾ അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് അല്ലല്ല, ഓസ്ട്രേലിയ ഇങ്ങോട്ട് വരുന്നത്. ഓസ്ട്രേലിയൻ സാധനങ്ങൾ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യുന്നത് വെറും 7 അല്ല, തെറ്റിപ്പോയി, 17 ബില്യൺ. അതിൻ്റെ ഏകദേശം പകുതിയേ ഉള്ളൂ. 7.7 ബില്യൺ, 8 ബില്യണോ മറ്റുള്ളൂ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്. നമ്മൾ ഓസ്ട്രേലിയക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓസ്ട്രേലിയ അക്കാര്യത്തിൽ ഒരു കമ്മി അവിടെ ഉണ്ട്. അല്ല, ഓസ്ട്രേലിയ അതിൽ ഹാപ്പിയാണ്. ഏകദേശം ഇരട്ടിയാണ്. നമുക്കതൊരു വിഷയമല്ല. പിന്നെ ഓസ്ട്രേലിയൻസിനെ നമുക്ക് ആവശ്യമാണ് പല കാര്യങ്ങൾ. ഈ ചൈനയെ തളയ്ക്കാൻ ഇപ്പം പാർലമെന്റിൽ ചൈനയുടെ മുമ്പ് ഓസ്ട്രേലിയ ഹാസ് ലോസ്റ്റ് ദ പസഫിക് എന്നാണ് അവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ അറ്റാക്ക് ചെയ്യുന്നത്. യു ഹാവ് ലോസ്റ്റ് ബിഫോർ ചൈന. പസഫിക്കും സൗത്ത് വെസ്റ്റ് പസഫിക്കും ഇന്ത്യൻ ഓഷനുമാണ് ഓസ്ട്രേലിയയുടെ കടലുകൾ. അതിനകത്ത് നമുക്ക് ഇന്ത്യയും വരുന്നുണ്ട്. നമ്മൾ ഇന്ത്യൻ ഓഷൻ ഉണ്ടല്ലോ. അപ്പോൾ സാർ, ശരിക്കും ഈ ചൈന ഉയർത്തുന്ന ഭീഷണി ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം നേരിടണമെങ്കിൽ ഇന്ത്യയെ പോലെ കരുത്തുള്ള ഒരു രാഷ്ട്രം സുഹൃത്ത് വലയത്തിൽ വേണം. ഓസ്ട്രേലിയക്ക് ഒറ്റയ്ക്ക് നേരിടാൻ പറ്റില്ല. അല്ല, പിന്നെ ഓസ്ട്രേലിയ കണ്ടംപററി ആയിട്ട് പിന്നെ ട്രഡീഷണലായിട്ട് അവർ ഈ USA ആളുകളാണ്. പക്ഷേ ഇപ്പം നമ്മുടെ ട്രംപ് എണ്ണം വന്ന ശേഷം മാറ്റം വന്നു. അവർക്ക് വിശ്വാസമില്ല. കാര്യം ഇയാൾ എങ്ങനെ വിശ്വസിക്കും എന്നുള്ളതാണ് ഓസ്ട്രേലിയൻസിൻ്റെ ചിന്ത. അതുകൊണ്ട് ഓസ്ട്രേലിയൻസ് നമ്മളെ ദേ ആർ ലുക്കിംഗ് ടുവേഴ്സ് ഇന്ത്യ, ജപ്പാനും ഇന്ത്യയും. ജപ്പാൻ ഒരു സ്ട്രോങ് കക്ഷിയാണല്ലോ. അതുകൊണ്ടാണ് നമ്മളുമായിട്ട് ചേർന്നിരിക്കുന്നത്. ഇതിനകത്ത് ചിലപ്പോൾ വിയറ്റ്നാമും വരും ഭാവിയിൽ. വിയറ്റ്നാം, ഫിലിപ്പീൻസ്, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഇവ പോയി ഇങ്ങനെ കൈ പിടിച്ച് കുലുക്കി വിടുന്നതല്ല അങ്ങോട്ട് മോഡിജി പോകുന്നത്. ഒരുപാട് കരാറുകൾ ഒപ്പിടുകയാണ് കൂടുതലും. പിന്നെ യുറേനിയം ഭയങ്കര അവർക്ക് നിക്ഷേപമുള്ള. നമുക്കിപ്പോൾ യുറേനിയം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, തോറിയം ഉണ്ടല്ലോ, ഫാസ്റ്റ് ബ്രീഡ് റിയാക്ടറൊക്കെ വന്നോണ്ട്. എന്നാലും യുറേനിയം നല്ലതാണ്. അവർ നമുക്ക് കൺസ്ട്രക്ഷൻ റേറ്റിന് തരുന്നുണ്ട്. അവർക്ക് ഇഷ്ടം പോലെയുണ്ട്. പിന്നെ അവർക്ക് ഒരുപാട് മിനറൽസ് ഉണ്ട്, ഒരുപാട് സ്ഥലമുണ്ടല്ലോ. ഇപ്പോൾ ഓസ്ട്രേലിയ ഓയിൽ കണ്ടുപിടിച്ചിരിക്കുന്നു. അത് ഭയങ്കര വാസ്റ്റ് സോഴ്സാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ എങ്ങനെ വന്നാലും ഓസ്ട്രേലിയക്ക് ഈ സംഗതികൾ വെളിയിൽ കൊടുക്കണം. അവർ 2.5 കോടി ജനങ്ങളല്ലേ ഉള്ളൂ. എല്ലാം കൂടെ കെട്ടിപ്പിടിച്ച് വെച്ചോണ്ടിരുന്നിട്ടല്ല. അപ്പോൾ ഇന്ത്യ ഒരു ഭയങ്കര ഹ്യൂജ് മാർക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഓസ്ട്രേലിയക്ക് അങ്ങനെയും ഒരു താല്പര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ചൈന പോയി, അവരുമായിട്ട് തെറ്റിയല്ല. അപ്പോൾ ചൈനയെക്കാളും വലിയ മാർക്കറ്റാണ് ഇന്ത്യ. സാർ, ഈ കുടിയേറ്റത്തിൻ്റെ കാര്യത്തിലോ ഇന്ത്യക്കാർക്ക് അങ്ങോട്ടേക്ക് കുടിയേറാനൊക്കെ ഉള്ള അവസരം അതിൻ്റെ കരാറൊക്കെ ഒപ്പിടുന്നുണ്ട്. അതും കൂടെ ഒപ്പിടുന്നുണ്ട്. അപ്പോൾ വെറും ഈ സാമ്പത്തിക, വാണിജ്യ, പ്രതിരോധ
സഹകരണം മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ വളരെ ആഴത്തിലൊരു ബന്ധം ഊട്ടിയുറപ്പിക്കുകയാണ്. ഇസ്രായേലിന്റെ അടുത്ത് എങ്ങനെയാണോ, റഷ്യയുടെ അടുത്ത് എങ്ങനെയാണോ, ജപ്പാന്റെ അടുത്ത് എങ്ങനെയാണോ അതുപോലെ ഇവർക്കെല്ലാം എനിക്ക് തോന്നണേ ഒരു സംശയം കൂടി. ഇന്ത്യ ഒരു വലിയ മാർക്കറ്റാണ് സാർ. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനും നമ്മളുമായിട്ട് ട്രേഡ് ട്രീറ്റിയിൽ വന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ ആയിട്ടില്ല. അല്ല, ചർച്ചകളൊക്കെ വളരെ പുരോഗമിച്ച് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് അവരുടെ പാർലമെന്റ് അംഗീകരിക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അങ്ങ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ യൂറോപ്യൻ യൂണിയനേക്കാൾ എന്തുകൊണ്ടും ഇന്ത്യക്ക് ആശ്രയിക്കാൻ കഴിയുന്ന, തിരിച്ച് ഇന്ത്യയെയും ആശ്രയിക്കുന്ന ഒരു ബന്ധമാണ് ഇന്ത്യ ഓസ്ട്രേലിയ തമ്മിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ വരില്ല. കാരണം യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ജയന്റാണ്. 25 ട്രില്യൺ ഡോളേഴ്സിന്റെ എക്കോണമി ഉള്ളവരാണ്. അവരെ നമുക്ക് ഒരുപാട് കിട്ടാണ്ട് ടെക്നോളജി. ഓസ്ട്രേലിയയിൽ അങ്ങനെ ഒരുപാട് ടെക്നോളജി, പ്രകൃതി വിഭവങ്ങളും. പിന്നെ ഓസ്ട്രേലിയ ഈസ് എ ഗുഡ് ഫ്രണ്ട്, നമുക്ക് നമ്പാവുന്ന ഒരു ഫ്രണ്ടാണ്. ഇപ്പോൾ പണ്ടൊക്കെ ഈ ഓസ്ട്രേലിയയിൽ വംശവെറിയുടെ ചില കഥ ഉണ്ടായിരുന്നു പണ്ട് സിഡ്നിയിലൊക്കെ. ഇപ്പോൾ അത് എങ്ങനെയാണ്? ഇപ്പൊ അങ്ങനെയല്ല. ഓസ്ട്രേലിയയിൽ ഞാൻ USA ഓസ്ട്രേലിയയിലും പോയി. എനിക്കിഷ്ടം ഓസ്ട്രേലിയയാണ്. അവിടുത്തെ ആളുകളാണ് കുറച്ചുകൂടെ ഫ്രണ്ട്ലി. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം നമുക്ക് ഇപ്പോൾ റോഡിൽ കൂടെ പോകുമ്പോൾ, നമ്മൾ ഇവിടുന്ന് സ്റ്റാച്യു പോകുമ്പോൾ, നമ്മൾ ജനറൽ ഹോസ്പിറ്റലിൽ പോകണം എങ്ങനെയാണെന്ന് നമുക്ക് 10 പേരെടുത്ത് ചോദിക്കാം. നമ്മുടെ കൾച്ചർ വേറെ എന്താണ്, എല്ലാവരും വന്ന് സഹായിക്കും. അതേസമയം നമ്മൾ ഇതുപോലുള്ള കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒന്നാമത് ഇംഗ്ലീഷ് അവർക്ക് അറിഞ്ഞുകൂടായിരിക്കും. സ്വീഡനിലൊക്കെ പോയി ഇംഗ്ലീഷ് ചോദിച്ചാൽ ഒന്നും കിട്ടും. പിന്നെ വേറെ അവരുടെ അങ്ങനെ വന്ന് സഹായിക്കുന്നവരതല്ല. US ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. നീ എവിടെ നിന്നാണ് കുറ്റിയും പറിച്ചോണ്ട് വരുന്നതെന്ന് ചിലപ്പോൾ നോക്കിയെന്നില്ല. പക്ഷേ ഓസ്ട്രേലിയയിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അവർ കൂടെ വന്ന് നിന്ന് നടന്ന് വന്ന് നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കുറച്ചുകൂടെ ഒരു ടോളറൻ്റ് ആണ് അവർ. കുറച്ചുകൂടെ മറ്റതൊക്കെ പോയി ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. പിന്നെ അവർക്ക് അറിയാം നമ്മൾ ആരാണെന്ന്, ഇന്ത്യൻസ് ആണെന്ന് അറിയാം. പിന്നെ നമ്മുടെ അവിടത്തുള്ള ഇന്ത്യൻസ് എക്സലന്റ് സർവീസ്, കൾച്ചറൽ പെരുമാറ്റം അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളൊക്കെ എന്റർടൈൻ ചെയ്യുന്നത്. നല്ല അവിടെ അവർക്കൊരു നല്ല ഇത് കിട്ടുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഓസ്ട്രേലിയൻസിന് നമ്മളോട് അതിൻ്റെ ഒരു നന്ദിയും ഇതുമൊക്കെ കാണിക്കുക. എന്തായാലും അപ്പൊ ജിയോ പൊളിറ്റിക്സിൽ ഒരു വലിയ നാഴികക്കല്ലാണ് ഓസ്ട്രേലിയ. ഇത് പെട്ടെന്നൊന്നും പിരിയൊന്നുമില്ല. അല്ല, അത് വരട്ടെ. ഇങ്ങനെ ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ എണ്ണം ഇന്ത്യക്ക് കൂടട്ടെ. അത് കൂടുന്നത് കൊണ്ട് നമ്മുടെ രാജ്യത്തിന് പ്രയോജനമേ ഉള്ളൂ. ഈ ഇന്നത്തെ മാറിയ ആഗോള രാഷ്ട്രീയ ക്രമത്തിൽ പിന്നെ ഒരു സംഗതി പറഞ്ഞിട്ട് ഓസ്ട്രേലിയയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. വെരി ഇൻട്രസ്റ്റിംഗ്. നമുക്ക് മനസ്സിലാവില്ല. ഉദാഹരണം, റഷ്യയും ഓസ്ട്രേലിയയും തമ്മിൽ യാതൊരു ഒരു കലഹവും ഇല്ല. കലഹമല്ല, അവർ തമ്മിൽ കോണ്ടാക്ട് ഇല്ല. അവർ തമ്മിൽ വലിയ അംബാസഡർ ഒന്നും കേട്ടിട്ടില്ല. അതേസമയം ഇന്ത്യ റഷ്യയായിട്ട് ഭയങ്കര അടുപ്പമാണ്, ഇന്ത്യ ഇസ്രായേലായിട്ട് ഭയങ്കര അടുപ്പമാണ്. അപ്പൊ ഈ ഓസ്ട്രേലിയൻസിന് ഉള്ളില് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യ ഇവരുടെ ആളാണ്. അപ്പൊ നാളെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടെങ്കിൽ നമ്മളെ ഇന്ത്യ ഓസ്ട്രേലിയ സഹായിക്കും. ഇപ്പൊ ഓസ്ട്രേലിയക്ക് ഇവരുമായിട്ട് അത്ര പോരാ. ഇസ്രായേലും റഷ്യയായിട്ടൊന്നും ആവശ്യം. പക്ഷേ ഓസ്ട്രേലിയ വിചാരിക്കാം ഇന്ത്യ ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഇന്ത്യയോട് സംസാരിച്ചോളൂ. റഷ്യയാണ് തിരിച്ചും അങ്ങനെ വിചാരിക്കും. റഷ്യക്ക് അവിടെ വലിയ വേരുകളില്ല, ഓസ്ട്രേലിയയിലും ഇസ്രായേലിലും ഓപ്പണായിട്ടില്ല. അപ്പം ത്രൂ ഇന്ത്യ പറ്റും. എന്തായാലും സാർ, നമുക്ക് ഒരു സന്തോഷ വാർത്തയാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേട്ടം, ഒരു പുതിയ ആത്മാർത്ഥ സുഹൃത്ത് കൂടി നമുക്കുണ്ടാകുന്നു. അത് അഭിമാനിക്കാം, നന്മകൾ നേരാം. ഭാവി ഭാസുരമായി തീരട്ടെ ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും. ഓസ്ട്രേലിയ പറഞ്ഞതുപോലെ ഒരു വലിയ വാസ്റ്റ് ലാൻഡാണ്. വലിയ രീതിയിൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് കുടിയേറാൻ കഴിയുന്ന ഒരു പ്രദേശമാണ്. ഈ പറഞ്ഞതുപോലെ കാനഡയിലേക്കൊക്കെ നമ്മൾ പോകുന്നത് അത് ഭാവിയിൽ ഓസ്ട്രേലിയയിലേക്കും കൂടി അതിനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു. വന്ദേ മാതരം.